കൃപാസനം മാതാവിനും ഈശോയ്ക്കും കോടാനുകോടി നന്ദി പറഞ്ഞുകൊണ്ട് ഞാനെൻ്റെ സാക്ഷ്യം തുടങ്ങുന്നു. എൻ്റെ പേര് ജോബി, കർണാടകയിലെ ഉടുപ്പിയിൽ നിന്നും വരുന്നു. ഞാൻ മണിപ്പാൽ സെൻറ്റ് ജോസഫ് ഇടവക അംഗമാണ്. ഞാൻ ആദ്യമായി ഉടമ്പടി എടുത്തത് നവംബർ 6-ാം തീയതി 2023 ഉടമ്പടി എടുത്ത അതേ മാസം തന്നെ എനിക്ക് 3 കാര്യങ്ങൾ സാധിച്ചു കിട്ടുകയുണ്ടായിരുന്നു. ഒന്നാമത്തെ സാക്ഷ്യം എൻ്റെ മകളുടെ ജോലിയെക്കുറിച്ചാണ്. മാംഗ്ലൂർ KMCയിൽ ഓഡിയോളജി ഡിപ്പാർട്ട്മെൻറ്റിൽ ക്ലിനിക്കൽ സൂപ്പർവൈസറായിട്ടാണ് എൻ്റെ മകൾക്ക് ജോലി ലഭിച്ചത്. എൻ്റെ മകൾ ഇൻ്റർവ്യൂ കഴിഞ്ഞ് ഒരാഴ്ച കഴിഞ്ഞ് ഞങ്ങൾ ഇൻഫോം ചെയ്യാമെന്ന് പറഞ്ഞിട്ട് 3 മാസമായിട്ടും ഒരു ഇൻഫർമേഷനും കിട്ടാതെയിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഞങ്ങളിവിടെ ഉടമ്പടി എടുക്കാൻ വന്നത്. ഉടമ്പടി എടുത്ത് വീട്ടിൽ ചെന്ന് പിറ്റേ ദിവസം വൈകിട്ട് 4 മണിക്ക് മൊബൈലിൽ മെസ്സേജ് വന്നു, അപ്പോയിൻമെൻ്റ് ഓർഡർ, 15 ദിവസത്തിനകം ജോലിക്ക് ജോയിൻ ചെയ്യാൻ പറഞ്ഞ്. ഇത് മാതാവിൻ്റെ വലിയ ഒരു അനുഗ്രഹമായിട്ട് കോടാനുകോടി നന്ദി പറയുകയാണ്. ഇത് മകൾക്ക് ഇഷ്ടപ്പെട്ട ജോലി, ആഗ്രഹിച്ച ജോലി. അതുകൊണ്ട് ഇത്രയും നല്ലൊരു ജോലി നൽകി അനുഗ്രഹിച്ചതിന് മാതാവിന് കോടാനുകോടി നന്ദി പറയുന്നു. ഈ ജോലി ലഭിച്ചതോടൊപ്പം തന്നെ 28 വർഷമായിട്ട് ഞങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ് പള്ളിയിൽ പോകാനായിട്ട്. അടുത്തൊരു പള്ളിയില്ല. 3 ബസ്സുകൾ കയറി ഇറങ്ങി പോയാലാണ് ഒരു മലയാളം കുർബാന കാണാൻ കിട്ടുന്നത്. അപ്പോൾ അത്രയും ദൂരം പോകാൻ ചിലപ്പോൾ പറ്റില്ല. അപ്പോൾ കൊങ്കിടി കുർബാന കാണും. ചുമ്മാ പോയി ഒന്നും മനസ്സിലാക്കുകയില്ല. അങ്ങനെയാണ് കുർബാന കണ്ടുകൊണ്ടിരുന്നത്. കുമ്പസാരിക്കലൊക്കെ വളരെ അപൂർവം, ധ്യാനങ്ങളൊന്നുമില്ല. അങ്ങനെ കഴിഞ്ഞിരുന്നൊരു കാലം. വളരെയധികം ആഗ്രഹിച്ചു, പല കാര്യങ്ങളും ചെയ്തു നോക്കി. ഓട്ടോറിക്ഷ ഏർപ്പാട് ചെയ്തു, കാർ വാങ്ങിച്ചു, എല്ലാം ഫെയിലിയറായി പോയി. അങ്ങനെ ഇരിക്കുമ്പോൾ ഉടമ്പടി എടുക്കുമ്പോൾ കുർബാനയില്ലാത്ത, കുമ്പസാരമില്ലാത്ത ഉടമ്പടി എന്ത്, അതും ഒരു വിഷമസ്ഥിതിയിലായിരുന്നു. ഈ ജോലിയും അതോടൊപ്പം തന്നെ പള്ളിയുടെ മധ്യത്തിലെന്ന് പറയാം, ലൈനിൽ എത്ര പള്ളികളാണെന്നറിയാവോ? ഒരു പള്ളിയിൽ പോകാൻ പറ്റിയില്ലെങ്കിൽ അടുത്ത പള്ളിയുടെ കുർബാന സമയം, ഇല്ലെങ്കിൽ അടുത്ത പള്ളിയുടെ കുർബാന സമയം. ഒരു ദിവസം പോലും കുർബാന മുടങ്ങാത്ത വിധം പള്ളിയിൽ പോകാനും കുമ്പസാരിക്കാനും അത്ര സൗകര്യമായിട്ട് ഒരു പുതിയ വീട് ഒരു ബ്രോക്കറിന് പോലും ഒരു പൈസ പോലും കൊടുക്കാതെ മാതാവ് ഈ ഉടമ്പടി എടുത്തു പോയി വിത്തിൻ 15 ഡേയ്സിൽ സാധിച്ചു തന്നു, ജോലിയും പള്ളിയും. പിന്നെ അതോടനുബന്ധിച്ച് തന്നെ ഞാൻ 3-4 വർഷമായിട്ട് ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ്, ഞങ്ങൾക്ക് അവകാശമായി കിട്ടിയ 37 സെൻറ്റ് സ്ഥലം. അത് ആ നാട്ടുകാരുടെ വേസ്റ്റുകളുടെ ഒരു സംഭരണ സ്ഥലമായി മാറിയിരുന്നു. കണ്ടുകൊണ്ട് പോരും അത്ര തന്നെ ഒന്നും ചെയ്യാൻ കഴിഞ്ഞിരുന്നില്ല. അയൽവക്കത്തെ ആളുകൾ കംപ്ലൈൻ്റാണ്, പാമ്പാണ്, കാടാണ്, ഞങ്ങൾക്ക് ശല്യമാണ് എന്ന്. ആ പറമ്പ് ശരിയാക്കാൻ പറമ്പിലേക്ക് കയറുന്ന വഴിക്ക് തന്നെ ഇലക്ട്രിക് കമ്പയുടെ സ്റ്റേ വെയർ ക്രോസായി കിടക്കുന്നു. ആളുകൾ ഞങ്ങളില്ലാത്ത കാരണം കൊണ്ട് പഞ്ചായത്തിൻ്റെ വാട്ടർ സപ്ലൈ വന്നപ്പോൾ ആ പൈപ്പ് അവരുടെ പറമ്പിലേക്കുള്ള പൈപ്പാണെങ്കിലും ഞങ്ങളുടെ വഴിക്ക് നേരെ ഇട്ടുകൊണ്ട് വളച്ചെടുത്തു. അപ്പോൾ നമ്മുടെ പറമ്പിലേക്ക് ഒരു വണ്ടി കയറിയാൽ അവരുടെ പൈപ്പ് പൊട്ടും. സ്റ്റേ വയർ ഒന്നും ചെയ്യാൻ സാധിക്കുന്നില്ല. ട്രൈ ചെയ്തു, അവിടെ വിട്ടു. ഇതെങ്ങനെ സാധിക്കും? ഞാൻ ഉടമ്പടിയിൽ വെച്ചു. വീട്ടിൽ ചെന്നു, ഞാൻ അനുജത്തിയോട് ചോദിച്ചു, ഈ മരങ്ങളൊക്കെ വെട്ടാൻ ഒരാളെ കിട്ടുമോ? എൻ്റെ പറമ്പൊന്ന് ക്ലീൻ ചെയ്യണമെന്നുണ്ടായിരുന്നു എന്ന്. ഇത് പറഞ്ഞതും അവൾ ആളെ ഉണ്ട് എന്ന് പറയുകയും അവർ വന്ന് നോക്കുകയും അതേ മാസം തന്നെ എല്ലാ മരങ്ങളും വെട്ടി പറമ്പ് ലെവൽ ചെയ്ത് വേസ്റ്റുകളെല്ലാം മൂടി പഞ്ചായത്തിൻ്റെ പൈപ്പുകൾ മാറ്റി വയർ മാറ്റി എല്ലാം ചെയ്തു. ഇതെല്ലാം പെട്ടെന്ന് ഇന്ന് ഒരു സുന്ദരമായ ഒരു പറമ്പായിട്ട് അത് ഞാൻ വേറൊരാൾക്ക് കൃഷി ചെയ്യാൻ കൊടുക്കുകയും ചെയ്തു. ഇതും ഒരു വലിയ അനുഗ്രഹമാണ്. ഇത് എന്നാൽ സാധ്യമാകുന്നതായിരുന്നില്ല. പിന്നെ ഒരു സാക്ഷ്യം എന്ന് പറയുന്നത്, ഞാൻ ഉടമ്പടി 1-ാം വട്ടം പുതുക്കി പോയതിന് ശേഷമാണ്. എൻ്റെ മകളുടെ ജോലി തുടരണമെങ്കിൽ PhD മസ്റ്റ്. മാനേജ്മെൻറ്റ് 1 വർഷത്തിനുള്ളിൽ അത് രജിസ്റ്റർ ചെയ്തിരിക്കണമെന്ന് പറഞ്ഞു. ഫസ്റ്റ് ഡേറ്റ് കൊടുത്തു. അതിൽ രജിസ്റ്റർ ചെയ്യാൻ ടോപ്പിക്കും സെറ്റാകുന്നില്ല. ആ ഡേറ്റ് കഴിഞ്ഞു. 2ാമത്തെ ഡേറ്റ് കൊടുത്തു. അത് ഡെഡ് ലൈൻ. ഇനി അതിനു മുമ്പ് മെയ് 31, 2024 മുമ്പ് ആ ഡേറ്റിൽ രജിസ്റ്റർ ചെയ്തിരിക്കണമെന്ന് പറഞ്ഞു. ഞങ്ങൾ ഒത്തിരി പ്രാർത്ഥിച്ചു, ടോപ്പിക്ക് സെറ്റാകുന്നില്ല. അവളുടെ ഗൈഡാണെങ്കിൽ അവളെ ഒന്നും ഹെൽപ്പ് ചെയ്യുന്നുമില്ല, ടോപ്പിക്കും കിട്ടുന്നില്ല, ഡേറ്റ് ഡെഡ് ലൈൻ. ഫീസ് കെട്ടി 24,000 രൂപ. അങ്ങനെ ഇരിക്കെ ഞങ്ങൾ ഇവിടുത്തെ ഉപ്പ് പ്രാർത്ഥിച്ച് എന്നും കൊണ്ടുപോയി ഗൈഡിൻ്റെ റൂമിൽ കൊണ്ടുപോയി ഇടും. രാവിലെ തന്നെ വേഗം പോയി വിശ്വാസപ്രമാണം ചൊല്ലി ഉപ്പ് കൊണ്ടിടും, എന്നും കൊണ്ടിടും. അങ്ങനെ പ്രാർത്ഥിച്ച് ഒരു ദിവസം ഗൈഡിനോട് വിളിച്ച് ചോദിച്ചു, ഞാൻ വരട്ടെ സാർ ടോപ്പിക്കൊന്ന് സെറ്റ് ചെയ്യാൻ? സാർ പെട്ടെന്ന് പറഞ്ഞു, ആ വാ. ആ നിമിഷം തന്നെ അതേ ഇരിപ്പിൽ ടോപ്പിക് സെറ്റ് ചെയ്തു. എന്നിട്ട് അയാൾ പറഞ്ഞു,
ഇപ്പം തന്നെ പോയി സ്റ്റാറ്റിസ്റ്റീഷ്യൻ്റെ അടുത്ത് പോയി സ്റ്റാറ്റിസ്റ്റിക്സും ശരിയാക്കുക. അവിടെ ചെന്നപ്പോൾ അവർ പറഞ്ഞു എനിക്കിപ്പം പറ്റില്ല എന്ന് പറഞ്ഞു. അപ്പോൾ അവളുടെ മുഖം വല്ലാണ്ടായിപ്പോയി. അപ്പം അവളോട് ചോദിച്ചു നിൻ്റെ മുഖം എന്താ ഇങ്ങനെ ഇരിക്കുന്നേ? അപ്പോൾ അവൾക്ക് മുഖത്തിന് ഒരു അസുഖമൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അവൾ പറഞ്ഞു എൻ്റെ മുഖം ഇങ്ങനെയാണെന്ന് പറഞ്ഞു. എന്തോ അവൾ അവിടെയും ഉപ്പിട്ടിട്ടുണ്ടായിരുന്നു. അങ്ങനെ അപ്പം തന്നെ അവർ അതും സെറ്റ് ചെയ്ത് കൊടുത്തു. അങ്ങനെ മെയ് 31 എന്ന ഡേറ്റ് മുമ്പ് മെയ് 30 അവൾക്ക് ആ PhD രജിസ്റ്റർ ചെയ്യാൻ കഴിഞ്ഞു. അതോടൊപ്പം തന്നെ എനിക്കിത് ഞാനിങ്ങനെ വളരെയധികം വിഷമിച്ച് പ്രാർത്ഥിക്കുകയും ഉപ്പിട്ട് പ്രാർത്ഥിക്കുകയും ഒക്കെ ചെയ്തുകൊണ്ടിരുന്നു. അവൾ അങ്ങനെ ഇരിക്കെ ഞാനൊരു ദിവസം ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ എനിക്ക് വല്ലാത്ത ഉറക്കം വരുന്നു. ഞാനിങ്ങനെ മയങ്ങിപ്പോയപ്പോൾ 25 ശേഷം എന്ന് പറഞ്ഞു എന്നോട്. ഞാൻ 25 ശേഷം എന്താണെന്ന് ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരുന്നു. അപ്പോൾ എനിക്ക് ഇതാണ് PhD വിഷയം 25 ശേഷം മാതാവ് സെറ്റാക്കി തരുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചു. അങ്ങനെ ഇരിക്കെ അല്പം സമയം കഴിഞ്ഞാൽ ഒരു ഫോൺ കോൾ വന്നു. ടീച്ചറുടെ വീട് വാടകയ്ക്ക് കൊടുക്കുന്നോ എന്ന് ചോദിച്ചു. അപ്പം ഞാൻ പറഞ്ഞു എൻ്റെ വീട് നല്ലപോലെ നോക്കുന്ന ആളാണെങ്കിൽ മാത്രമേ ഞാൻ വീട് വാടകയ്ക്ക് കൊടുക്കുകയുള്ളൂ, അല്ലെങ്കിൽ കൊടുക്കുകയില്ല എന്ന് പറഞ്ഞു. അപ്പം നല്ലപോലെ നോക്കുന്ന ഒരു കൂട്ടർ വന്നിട്ടുണ്ട്, ടീച്ചർ കൊടുക്കുന്നോ എന്ന് ചോദിച്ചു. എന്നാൽ ശരി കൊടുക്കാമെന്ന് പറഞ്ഞു. അവർ പറഞ്ഞു 25 ശേഷം വീട് കാണാൻ വരുമെന്ന്. അപ്പം ഞാൻ ഓർത്തു അതായിരിക്കുമോ 25 ശേഷം. അതും ഈ PhD രജിസ്റ്റർ സെറ്റ് ചെയ്യുന്ന 2 കാര്യവും എനിക്ക് മാതാവ് സാധിച്ചു തന്നു. വീട് വാടകയ്ക്ക് കൊടുക്കുന്ന കാര്യം ഞാൻ ഒരിക്കലും പ്രാർത്ഥിച്ചിട്ടില്ല. പക്ഷേ എനിക്ക് അവിടെ പോവുകയും 3 മണിക്കൂർ യാത്ര ചെയ്താലേ എനിക്ക് എൻ്റെ സ്വന്തം വീട്ടിൽ പോകാൻ പറ്റുകയുള്ളൂ. അപ്പോൾ അത് ക്ലീൻ ചെയ്ത് വരിക എന്ന് പറയുന്നത് ശരിക്കും എനിക്കതൊരു വളരെ ബുദ്ധിമുട്ടേറിയതായിരുന്നു. അത് മാതാവ് മനസ്സിലാക്കുകയും എനിക്കത് അത്രയും പെട്ടെന്ന് സാധിച്ചു തരികയും ചെയ്തു. പിന്നെ എനിക്ക് ഒരു സാക്ഷ്യം പറയാനുള്ളത്, ഇവൾ എൻ്റെ വളരെ ആത്മസുഹൃത്തും, ബോഡി 2 ആത്മാവ് 1 ഇവൾക്ക് പെട്ടെന്ന് ഇടത് ബ്രസ്റ്റിൽ ഒരു സിസ്റ്റ് കണ്ടു. അവൾ 2-3 ദിവസം എന്നോട് പറഞ്ഞില്ല. കാരണം ഞാൻ വളരെയധികം വിഷമിച്ചിരിക്കുന്ന ഒരു വ്യക്തിയാണ്. ടീച്ചർക്ക് ഇനി വിഷമം വേണ്ടാന്ന് ഓർത്തു. പക്ഷേ അവൾക്ക് വിഷമം സഹിക്കാൻ പറ്റാതെ ടെൻഷൻ കയറി കഴിഞ്ഞപ്പോൾ അവൾ എന്നോട് പറഞ്ഞു ടീച്ചറെ ഇങ്ങനൊരു കാര്യമുണ്ട്, ഞാൻ പറയാതിരുന്നത് ടീച്ചറും ആകെ ടെൻഷനിലുള്ള ഒരു വ്യക്തിയാണല്ലോ എന്ന് കരുതിയാണ്. എനിക്ക് പെട്ടെന്ന് ഇത് കേട്ടപ്പോൾ ഒരു ഷോക്കായി. ഞാൻ ഉടനെ തന്നെ കൃപാസനം മാതാവിൻ്റെ ഫോട്ടോ ഉള്ളൊരു പത്രം, ഇംഗ്ലീഷ് പത്രത്തിൽ കൃപാസനം മാതാവിൻ്റെ ഫോട്ടോ ഉണ്ടായിരുന്നു. ആ പത്രവും ഉപ്പും ഉടനടി അവൾക്ക് എത്തിച്ചു. ഉപ്പ് നീ കഴിക്കുക, പ്രാർത്ഥിക്കുക, മാതാവിനോട് മുട്ടിപ്പായി പ്രാർത്ഥിക്കുക, മാതാവ് മാറ്റിത്തരും. അവൾ ഹിന്ദുവാണ്, കന്നഡയെ അറിയൂ, മലയാളം അവൾക്ക് അറിയില്ല. പക്ഷേ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. ഞാൻ മാംഗ്ലൂരിൽ നിന്ന് പോയി 2-3 പ്രാവശ്യം തൈലം പുരട്ടുകയും പ്രാർത്ഥിക്കുകയും ചെയ്തു. ഞാൻ പറഞ്ഞു നീ വിഷമിക്കേണ്ട, നമുക്ക് മാതാവിൻ്റെ അടുത്ത് പോയി പ്രാർത്ഥിച്ചിട്ട് സർജൻ്റെ അടുത്തേക്ക് പോയാൽ മതി എന്ന് പറഞ്ഞു. ഞാൻ ഇവിടെ കൊണ്ടുവന്നപ്പോൾ ഇങ്ങനെയാണ് പ്രാർത്ഥിച്ചത്, ക്യാൻസർ ആകരുതേ, ഒരു സർജറിയും വേണ്ട, ഒരു മെഡിസിനും വേണ്ട, അങ്ങനെ ഒരു സൗഖ്യം തരണമെന്നാണ് ഞങ്ങൾ പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നത്. സർജൻ്റെ അടുത്ത് പോകാൻ പേടിയാണ്, മകളുടെ വിദ്യാഭ്യാസം കുഴപ്പത്തിലാകുമോ എന്ന് വിചാരിച്ച് മകളുടെ വിദ്യാഭ്യാസം കഴിയുന്നത് വരെ ധൈര്യം സംഭരിച്ച് പ്രാർത്ഥനയിൽ തൈലം പുരട്ടിയും അങ്ങനെ കഴിഞ്ഞുകൊണ്ടിരുന്നു. എല്ലാം മകളുടെ എക്സാം കഴിഞ്ഞതിന് ശേഷം സർജൻ്റെ അടുത്ത് പോയി മാമോഗ്രാം ചെയ്തു. അതിൽ സ്വല്പം ഒരു വലിപ്പം കൂടുതലുള്ളത് കൊണ്ട് പിന്നെ FNAC, ബയോപ്സി എല്ലാം ചെയ്തു. റിസൾട്ട് വരുന്നവരെയും ടെൻഷനാണ് എന്തായിരിക്കുമെന്ന്. എന്നാലും മാതാവുണ്ട്, എപ്പോഴും ഞാൻ അവളോട് പറയും മാതാവുണ്ട്, നമ്മൾ പ്രാർത്ഥിച്ചിട്ടുണ്ട്, മാതാവ് ഒന്നും വരുത്തേലെന്ന്. ഡോക്ടർ പറഞ്ഞു സർജറിയും വേണ്ട, മെഡിസിനും വേണ്ട, ഒരു കുഴപ്പമില്ലെന്ന്. ഇതും ഞാൻ മാതാവിൻ്റെ ഒരു വലിയ അനുഗ്രഹമായിട്ട് തന്നെ മാതാവിന് കോടാനുകോടി നന്ദി പറയുന്നു. എനിക്ക് എൻ്റെ ജീവിതം ചെറിയ കാര്യങ്ങളാണെങ്കിലും ഒട്ടനവധി സൗഖ്യങ്ങളെല്ലാം എനിക്ക് കിട്ടിയിട്ടുണ്ട്. മാതാവിന് ഇതിനെല്ലാത്തിനും എൻ്റെ ജീവിതത്തെ സ്മൂത്തായി കൊണ്ടുപോകാൻ അനുഗ്രഹിച്ചതിന് ഞാനും എൻ്റെ മകളും, എൻ്റെ ഹസ്ബൻഡ് മരിച്ചു പോയി ക്യാൻസറായിട്ട്. അപ്പം ഞങ്ങൾ ഒത്തിരി നന്ദി പറഞ്ഞുകൊണ്ട് ഇന്ന് വിശുദ്ധിയുടെ ഒരു ജീവിതത്തിൽ ഞങ്ങൾ തുടരുകയാണ്. ഞാൻ പ്രേക്ഷിത പ്രവർത്തനം എന്ന് പറയുന്നത് ആദ്യം ഇവിടെ വന്ന് ഉടമ്പടി എടുത്ത പേപ്പർ ഞാൻ വീട്ടിൽ പോയി നെക്സ്റ്റ് ദിനം തന്നെ പേപ്പർ ബണ്ടിലെടുത്തുകൊണ്ട് അങ്കമാലി മാർക്കറ്റ് റോഡിലൂടെ എല്ലാം പോയി നടന്ന് ഓരോരുത്തർക്കും കൊടുക്കുകയുണ്ടായി. അതിൽ യുക്തിവാദികളുണ്ട്, വേണ്ട എന്ന് പറയുന്നവരുണ്ട്, വാഗ്വാദങ്ങളുണ്ട്. ഇതിനെല്ലാം ബാധിക്കുന്നവർക്കെല്ലാം ഉത്തരം കൊടുത്തും മനസ്സിലാക്കി കൊടുത്തും ആ പേപ്പർ ഒരേ ദിവസം തന്നെ രാവിലെ പോയി ആ പേപ്പർ തീർത്തിട്ടേ ഞങ്ങൾ വീട്ടിലേക്ക് പോയിട്ടുള്ളൂ. പിന്നെ രോഗികളുടെ വീട്ടിൽ പോയി പത്രം കൊടുത്ത് എണ്ണയൊക്കെ വെച്ച് കുരിശ് വരച്ചൊക്കെ അങ്ങനെയും ഒരു രോഗി സുഖപ്പെട്ടിട്ടുണ്ട്. തെളിവില്ലാത്ത കാരണം അത് ഡീറ്റെയിൽ ആയിട്ട് പറയുന്നില്ല. പിന്നെ എല്ലാ അനുഗ്രഹങ്ങൾക്കും ഞാൻ എന്നും മാതാവിനോട് കടപ്പെട്ടിരിക്കുന്നു. കോടാനുകോടി നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ സാക്ഷ്യം അവസാനിപ്പിക്കുന്നു. സങ്കീർത്തനം 81:7. കഷ്ടകാലത്ത് നീ വിളിച്ചപേക്ഷിച്ചു, ഞാൻ നിന്നെ മോചിപ്പിച്ചു. ഈ സാക്ഷ്യത്തിൽ സമയച്ചുരുക്കം വളരെയധികം സംഭവിക്കുന്നുണ്ട്. 28 വർഷമായിട്ട് അടുത്തൊരു പള്ളിയില്ല, 3 ബസ്സൊക്കെ കയറിയാണ് പോയിരുന്നത് എന്ന് പറഞ്ഞു. എന്നാൽ ഉടമ്പടിയിലേക്ക് വന്നു കഴിഞ്ഞപ്പോൾ 15 ദിവസം കൊണ്ടാണ് അടുത്ത്
ഒരു പള്ളിക്കടുത്തായിട്ട് ഒരു വീട് ഇവർക്ക് ലഭിക്കുന്നത്. ഇതേപോലെ തന്നെ ഉപയോഗിക്കാൻ പറ്റാതിരുന്ന, വർഷങ്ങളായിട്ട് ഉപയോഗിക്കാൻ പറ്റാതിരുന്ന ആ സ്ഥലം ക്ലെയിം ചെയ്ത് 1 മാസത്തിനുള്ളിൽ തന്നെ ഉപയോഗിക്കാനായിട്ട് പറ്റുന്നു. സുഹൃത്തിന് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ ആ പ്രാർത്ഥന കേട്ട് സൗഖ്യം ലഭിക്കുന്നു. ഇതിൽ നിന്നെല്ലാം നമുക്ക് മനസ്സിലാവുന്നത്, ഉടമ്പടിയിൽ നമ്മൾ വരുമ്പോൾ, കർത്താവിനോട് വിശ്വസ്ത കാണിക്കുമ്പോൾ ദൈവം നമ്മോടൊപ്പം വന്ന് ജീവിക്കുന്നതാണ്. ഓരോ ആവശ്യങ്ങളിലും ദൈവം നമ്മളെ സഹായിക്കുന്നു. തടസ്സമായിരുന്ന ആ ജോലി അപ്പോയിൻമെൻറ്റ് ഇവിടെ വന്ന് അതേ ദിവസം തന്നെ സാധിച്ചു കിട്ടുന്നു. ഇതെല്ലാം ദൈവത്തിൻ്റെ സാന്നിധ്യം കൊണ്ടും കർത്താവിൻ്റെ അനുഗ്രഹം കൊണ്ടും മാത്രം സംഭവിക്കുന്നതാണ്. പരിശുദ്ധ അമ്മയിലൂടെ ദൈവം നൽകിയ അനുഗ്രഹങ്ങൾക്ക് കൈയടിച്ച് നമുക്ക് ദൈവത്തെ മഹത്വപ്പെടുത്താം. യേശുവേ നന്ദി, യേശുവേ സ്തോത്രം, യേശുവേ ആരാധന. അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം. ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാകുക.